ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. ഈ ഐഫോൺ പുനർരൂപകൽപ്പന ചെയ്യുന്നതിന് 3 വർഷത്തെ പദ്ധതിക്ക് ആപ്പിൾ തുടക്കമിടാണ്. ഈ വിവിധ സ്രോതസ്സുകളും ബ്ലൂബർഗിൻ്റെ മാർക്ക് ഗുർമാൻ്റെ റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് ഐഫോൺ നിരയെ പുനർരൂപകൽപ്പന ചെയ്യുന്നതിനുള്ള 3 വർഷത്തെ പദ്ധതിക്ക് ആപ്പിൾ തുടക്കമിടാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വർഷം ഐഫോൺ 70 സീരീസോടെയാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. ഈ പുനർരൂപകൽപ്പനയോടെ പ്രധാന ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ അൾട്രാ തിൻ മോഡലായി ഐഫോൺ 17 എയർ അവതരിപ്പിക്കുന്നു എന്നതാണ്. ഇത് പ്ലസ് മോഡലിന് പകരമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ എയർ മോഡൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും കനം കുറഞ്ഞ, വളരെ തിന്നായിട്ടുള്ള ഒരു ഐഫോൺ ആയിരിക്കും. എന്നാൽ ഇതിന് ചില കോംപ്രമൈസുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരൊറ്റ റിയർ ക്യാമറ, പിന്നെ ബാറ്ററി, ചെറിയ ബാറ്ററി, അങ്ങനെ ചില ഫീച്ചറുകളിൽ കോംപ്രമൈസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഐഫോൺ 70 പ്രോ മോഡലുകൾക്ക് പുതിയ ക്യാമറ ലേഔട്ടും പകുതി അലുമിനിയം, പകുതി ഗ്ലാസ് ബാഗ് എന്നിവ ഉൾപ്പെടെയുള്ള ഡിസൈൻ മാറ്റങ്ങളിൽ പ്രതീക്ഷിക്കാം നമുക്ക്. 2026 ആപ്പിളിൻ്റെ ആദ്യത്തെ ഫോൾഡബിൾ ഐഫോൺ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2027 ഐഫോണുകളുടെ ചതുരാകൃതിയിലുള്ള അരികുകളിൽ നിന്ന് മാറിയിട്ട് ഈ വളഞ്ഞ ഗ്ലാസ് ഡിസൈൻ ഫീച്ചർ ചെയ്യുന്ന ഒരു പുതിയ മുൻനിര മോഡലോടെ രൂപകൽപ്പന പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻനിര മോഡലോടെ പുനർരൂപകൽപ്പന അവസാനിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. ഐഫോണിൻ്റെ 20ാം പിറന്നാൾ, അതായത് 20ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് ഈ ഫോണിന് ഐഫോൺ 20 എന്നായിരിക്കും പേര് വരാൻ സാധ്യത. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മസ്റ്റായും രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.